വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ചാനലുകളും തന്നെ ഡിസ്കസ് ചെയ്യാത്തൊരു ടോപ്പിക്കാണ് എനിക്ക് നിങ്ങളോടൊന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത്. അത് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് നടന്നിട്ടുള്ള 3 സംസ്ഥാനങ്ങളിൽ വളരെ കൃത്യമായി പറഞ്ഞാൽ നമുക്കറിയാം, വെസ്റ്റ് ബംഗാളിൽ, അതുപോലെ തന്നെ തമിഴ്നാട്ടിൽ, അതുപോലെ തന്നെ കേരളത്തിൽ, ഈ 3 സ്ഥലങ്ങളിലും തന്നെ ഒരു ആൻറ്റി ഇൻകുംബൻസി വേവുകൾ കൊണ്ട് അവിടുത്തെ ഭരണകൂടങ്ങൾ പരാജയപ്പെടുന്ന ഒരു കാര്യമാണ് നമ്മൾ കണ്ടത്, അല്ലെങ്കിൽ ഭരിക്കുന്ന പാർട്ടികൾ പരാജയപ്പെടുന്നതാണ് കണ്ടത്. അതേസമയം തൊട്ട് മുമ്പ് നടന്നിട്ടുള്ള നിരവധി തെരഞ്ഞെടുപ്പുകളിൽ, അത് മഹാരാഷ്ട്രയാണെങ്കിലും ഹരിയാനയാണെങ്കിലും അതുപോലെ ബീഹാർ ആണെങ്കിലും ഒക്കെ തന്നെ നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ പലപ്പോഴും ഈ ആൻറ്റി ഇൻകുംബൻസി വേവ് ഉണ്ടാകുന്നില്ല എന്നുള്ളത് കൂടി ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരുപക്ഷെ ഇപ്പം ബംഗാൾ ഒഴിച്ചു വെച്ചാൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലും, അല്ലെങ്കിൽ ഏറ്റവും കൃത്യമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രതിപക്ഷ പാർട്ടികളുടെ നേതൃത്വത്തിൽ ഭരണം നടക്കുന്ന സംസ്ഥാനങ്ങളിലും മാത്രം ഇത്തരത്തിലുള്ള ഒരു തരംഗമുണ്ടാകുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളത് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ചിന്തിച്ചിട്ടുണ്ടോ? ഇപ്പം നമുക്കറിയാം, തമിഴ്നാട്ടിൽ വിജയ് അധികാരത്തിലേക്ക് വരികയാണ്. അത് കേവല ഭൂരിപക്ഷത്തിന് ഏതാണ്ട് കുറച്ച് സീറ്റുകൾ മാത്രമേ വേണ്ടതുള്ളൂ. കോൺഗ്രസും CPM-ഉം CPI ഒക്കെ കൂടി സപ്പോർട്ട് ചെയ്താൽ വിജയ് ഭരിക്കും. CPM-നൊക്കെ തന്നെ ഇപ്പോൾ ഭരണം കിട്ടാൻ പോകും, അതായത് ഒരു മന്ത്രിസ്ഥാനം അവർ ഓഫർ ചെയ്തിട്ടുണ്ട്, എടുക്കുമോ ഇല്ലയെന്ന് നമുക്കറിയില്ല. അതുപോലെ വെസ്റ്റ് ബംഗാളിൽ നമുക്കറിയാം, മമതാ ബാനർജിയുടെ നേതൃത്വത്തിലുള്ള TMC തകർന്നടിഞ്ഞിരുന്നു. പക്ഷേ മമതാ ബാനർജി പറയുന്നത് ഞാനിപ്പോൾ രാജിവെക്കില്ല എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഒരു ഫൈറ്റിന് തയ്യാറെടുക്കുന്നു. അവിടെ ഇലക്ഷൻ കമ്മീഷൻ വലിയ അട്ടിമറിയാണ് നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് മമതാ ബാനർജി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ അവിടെ നിൽക്കുമ്പോൾ തന്നെ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത്, എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ മാത്രം ഇത്തരത്തിൽ ഒരു ആൻറ്റി ഇൻകുംബൻസി വേവ് ഉണ്ടാകുന്നത് എന്നുള്ളതാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ ചർച്ച ചെയ്യുന്ന പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് വരുന്നതിന് മുമ്പ് നമ്മുടെ ചാനലിനെ കുറിച്ച് കൂടി ഒരു പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞുകൊണ്ട്, നമ്മുടെ ചാനലിൽ നിങ്ങൾക്ക് ഒരു മെമ്പർഷിപ്പ് എടുത്തുകൊണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാം. ആ മെമ്പർഷിപ്പിന് ഒരു മാസത്തേക്ക് 179 രൂപയാണ്. ലെവൽ 1-ൽ, ലെവൽ 2-ൽ 359, ലെവൽ 3 700 രൂപയിൽ കൂടുതലാണ്. അപ്പോൾ ഇങ്ങനെ പല പല സ്കീമുകളുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുള്ളത് എടുത്തുകൊണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാവുന്നതാണ് മന്ത്ലി. അതല്ല, മന്ത്ലി അങ്ങനെ റിക്കറിംഗ് ആയിട്ടുള്ളൊരു സ്കീം പറ്റാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് നമുക്ക് ഒറ്റത്തവണത്തേക്ക് വേണ്ടിയിട്ട് താഴെ നമ്മുടെ GPay നമ്പറും അതുപോലെ അക്കൗണ്ട് നമ്പറും ഒക്കെ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് എന്ത് ചെയ്യാം, സപ്പോർട്ട് ചെയ്യാവുന്നതാണ് ഫിനാൻഷ്യലി. ഇത് ചെയ്യണമെന്ന് വിചാരിക്കുന്നത്, നമ്മൾ ഈ ചാനൽ കുറേ കൂടി ഭംഗിയായി കൃത്യമായി നടത്തിക്കൊണ്ടു പോകണമെന്നുള്ളത് കൊണ്ടാണ്. ഇതൊരു വലിയ ഒരു ചെറുത്തുനിൽപ്പിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് ഞാൻ ഈ ചാനലിനെ കാണുന്നത്. അതുകൊണ്ട് കൂടിയാണ് അത്തരത്തിലുള്ളൊരു കാര്യം വേണമെന്ന് വിചാരിക്കുന്നത്. ഈ മെമ്പർഷിപ്പ് എടുത്തതുകൊണ്ട് നിങ്ങൾക്ക് പ്രത്യേകമായിട്ട് എന്തെങ്കിലും ബെനിഫിറ്റ് ഒന്നും ഉണ്ടാവില്ല. ഏതെങ്കിലും ചില വീഡിയോകൾ നേരത്തെ കാണാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇത് നമ്മളെ സപ്പോർട്ട് ചെയ്യണം എന്ന ആഗ്രഹമുള്ളവർ മാത്രം ചെയ്താൽ മതി. ഇനി അതിന് കഴിയാത്ത ആളുകളൊക്കെ തന്നെ നമ്മളുടെ വീഡിയോകൾ കണ്ടുകൊണ്ടും നമ്മുടെ താഴെ കമൻറ്റുകളൊക്കെ രേഖപ്പെടുത്തിക്കൊണ്ടും നമ്മളെ സപ്പോർട്ട് ചെയ്യാവുന്നതാണ് എന്ന് പറഞ്ഞു വെക്കട്ടെ. ഞാൻ നേരത്തെയുള്ള ചോദ്യത്തിലേക്ക് വരാം. എന്തുകൊണ്ടാണ് പ്രതിപക്ഷ പാർട്ടികൾ, അതായത് ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികൾ നേതൃത്വം കൊടുക്കുന്ന സർക്കാരുകൾക്കെതിരെ മാത്രം ഇത്തരത്തിലുള്ള ഒരു വലിയ ഭരണവിരുദ്ധ വികാരം ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം, ഇന്ത്യയിൽ മുഴുവൻ ഞങ്ങൾ ഭരണം പിടിക്കണമെന്ന് പറയുന്ന ഒരു വലിയ വാശിയോടുകൂടി നിരന്തരമായിട്ടുള്ള പ്രവർത്തനം, നമ്മൾ കാണുന്നതും കാണാത്തതുമായിട്ടുള്ള പ്രവർത്തനം BJPയും സംഘപരിവാറും നടത്തിക്കൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഇത് 5 കൊല്ലം കൊണ്ട് ഭരണം പിടിക്കണമെന്നോ 10 കൊല്ലം കൊണ്ട് ഭരണം പിടിക്കണമെന്നോ ഒന്നുമില്ല. വളരെ ക്ഷമയോടുകൂടി വളരെ നിരന്തരമായ പ്രയത്നങ്ങൾ അവർ നടത്തിക്കൊണ്ടേയിരിക്കുന്നു. എത്ര തവണ പരാജയപ്പെട്ടാലും മടുക്കാതെ വീണ്ടും വീണ്ടും വിജയം കിട്ടുന്നവരെ അവർ പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ്. ഇംഗ്ലീഷിൽ എപ്പോഴും മോട്ടിവേഷണൽ ക്ലാസ്സൊക്കെ എടുക്കുന്നത് ഞാൻ പറയും. അതായത് വെദർ യു ഹാവ് ട്രൈഡ്, ഐ ട്രൈഡ് ബട്ട് ഐ ഡിഡ്ന്റ് ഗെറ്റ്, ഞാൻ ശ്രമിച്ചു പക്ഷെ കിട്ടിയില്ല എന്ന് പറയുന്ന കുട്ടികളോടൊക്കെ തന്നെ നമ്മൾ പറയാറുണ്ട്. വെദർ യു ഹാവ് ട്രൈഡ് ടിൽ യു ഗെറ്റ്, നീ കിട്ടുന്നത് വരെ ശ്രമിച്ചോ എന്നാണ് ചോദ്യം. എന്നാണ് ആ കിട്ടുന്നത് വരെ ശ്രമിച്ചോ എന്നുള്ളത് കൃത്യമായി ചെയ്യാൻ അറിയുന്ന ആളുകളാണ് RSSും അതുപോലെ സംഘപരിവാരും അവരുടെ ഫാമിലിയിലെ BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടികളുമെല്ലാം തന്നെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഹിന്ദുത്വ അജണ്ടകളുടെ ഒരു സാധ്യതകളെ പരിശോധിക്കുകയും വളരെ കൃത്യമായി അതിനുവേണ്ടി പണിയെടുക്കുകയും നിലവിലുള്ള ഭരണകൂടങ്ങൾക്കെതിരെ വ്യാപകമായിട്ടുള്ള ഒരു പ്രതിച്ഛായ നിർമ്മിതികൾ, അല്ലെങ്കിൽ അവരെക്കുറിച്ചുള്ള ഒരു ഇമേജ് ബിൽഡിംഗ് കൃത്യമായി നടത്തിക്കൊണ്ടിരിക്കുകയും അവരുടെ തെറ്റുകളും അവിടെയുള്ള എല്ലാ സാധ്യതകളും പരിശോധിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്ന പാർട്ടിയാണ് BJP എന്ന് പറയുന്നത്. ഇപ്പോൾ കേരളത്തിൽ
പോലും ഭരണത്തിൽ വന്നത് കോൺഗ്രസ് ആണ് എന്ന് നിങ്ങൾക്ക് തോന്നുമെങ്കിൽ പോലും ഒരു പിണറായി വിരുദ്ധ ഇക്കോസിസ്റ്റം ബിൽഡ് ചെയ്തത് ഈ പ്രോ സംഘപരിവാർ യൂട്യൂബ് ചാനലുകളെല്ലാം കൂടിയാണ് എന്നുള്ളത് വളരെ സൂക്ഷ്മം നിരീക്ഷിക്കുന്ന ആളുകൾക്കറിയാം. ഇപ്പം തമിഴ്നാട് പോലൊരു സ്റ്റേറ്റിൽ പോലും BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് വലിയ നേട്ടമൊന്നും ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. 3 സീറ്റുകൾ കുറഞ്ഞപ്പോൾ 1 സീറ്റുകളിലേക്കാണ് അവർ എത്തിയിട്ടുള്ളത് എന്ന് നിങ്ങൾക്ക് പ്രത്യക്ഷത്തിൽ തോന്നാമെങ്കിൽ പോലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ഒരു നേട്ടം അവരെങ്ങനെ ഉണ്ടാക്കുന്നു എന്ന് ചോദിച്ചാൽ അവരാണ് DMK ലീക്സ് എന്ന് പറയുന്ന ഫയലുകൾ പുറത്തേക്ക് വിട്ടും DMK അഴിമതിക്കാരാണ് എന്ന് പറയുന്ന വലിയൊരു പ്രതിച്ഛായ നിർമ്മിതിക്ക് സാധ്യതകൾ തേടിയതും അത് ഏതാണ്ട് പരിപൂർണമായി നടപ്പിലാക്കിയതും തന്നെ BJP ആണെന്ന് കാണാം. അണ്ണാമലയൊക്കെ തന്നെ എല്ലാ ദിവസവും തന്നെ അത്തരത്തിലുള്ള വിമർശനങ്ങളാണ് നടത്തിക്കൊണ്ടിരുന്നത്. അതിൻ്റെ ആ ഒരുക്കിയിട്ടുള്ള പ്രതലത്തിൽ നിന്നുകൊണ്ട് കൂടിയാണ് ഈ DMKയും വിശ്വസിക്കാൻ പറ്റില്ല, ഐഡിയോളജിക്കലി നമുക്ക് BJPനെ വിശ്വസിക്കാൻ പറ്റില്ല എന്ന് പറയുന്ന ഒരു തലത്തിൽ നിന്നുകൊണ്ടാണ് വിജയ് അത്തരത്തിലൊരു ഉയർച്ച ഉണ്ടാകുന്നത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. എന്ന് പറഞ്ഞാൽ ആ ദ്രവീഡിയൻ പൊളിറ്റിക്സിൻ്റെ ആകത്തുകകളെ തന്നെ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് അവിടെ എന്ത് ചെയ്യണമെന്ന് വിചാരിച്ച് തനിക്ക് DMK വലിയ ശക്തനായ എതിരാളിയാണെന്നും അതിനേക്കാൾ ദുർബലമായിട്ടുള്ള എതിരാളിയെ ആദ്യമേ തന്നെ പ്രതിഷ്ഠിക്കാൻ കഴിയുമെന്നും തോന്നിക്കൊണ്ടാണ് വിജയിനെ പോലും വേണമെങ്കിൽ സപ്പോർട്ട് ചെയ്തേക്കാം, ആ വോട്ടുകൾ അങ്ങോട്ട് പോയാലും കുഴപ്പമില്ല എന്ന് പറയുന്ന തീരുമാനത്തിലേക്ക് BJP എത്തുന്നത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. ഇത് തന്നെയാണ് യഥാർത്ഥത്തിൽ മമതാ ബാനർജിക്കെതിരെ അവിടെ പിന്നെ BJPക്ക് തന്നെ നേട്ടമുണ്ടാക്കാൻ കഴിയുമെന്നറിയാം. അതുകൊണ്ട് BJP വലിയ യുദ്ധമാണ് നടത്തുന്നത് എന്നുള്ളത് നിങ്ങൾ മറന്നു പോകരുത്. ഏത് തരത്തിലും ഏത് വിധേനയും അന്വേഷണ ഏജൻസികളെയും കേന്ദ്ര അന്വേഷണ ഏജൻസികളെയും അതുപോലെ തന്നെ മമതാ ബാനർജിക്കെതിരെ ആ മമതാ ബാനർജിയുടെ അകത്ത് നിന്നുള്ള സുവേന്ദു അധികാരിയെ പോലെയുള്ള ആളുകളെയും ഒക്കെ പിടിച്ചുകൊണ്ട് തന്നെ അല്ലെങ്കിൽ ആ രാഷ്ട്രീയ പാർട്ടികളുടെ അകത്ത് നിന്ന് തന്നെ ആളുകളെ പിടിച്ചുകൊണ്ട് അവരുടെ IPAC എന്ന് പറയുന്ന അവരുടെ പൊളിറ്റിക്കൽ കൺസൾട്ടൻസി ഏജൻസികളെ റെയ്ഡ് ചെയ്തുകൊണ്ട് അതിലെ ഫൗണ്ടർ ഡയറക്ടേഴ്സ് അറസ്റ്റ് ചെയ്തുകൊണ്ട് ഏത് വിധേനയും ഇത്തരത്തിലുള്ള ഒരു വലിയ തോതിലുള്ള ഇമേജ് ഇവർക്കെതിരെ ബിൽഡ് ചെയ്യുക എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് നടക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കണം. ഹുമയൂൺ കബീർ എന്ന് പറയുന്ന മമതാ ബാനർജിയുടെ കൂടെ ഉണ്ടായിരുന്ന TMC MLA തന്നെ അവിടെ നിന്ന് പുറത്തു ചാടിക്കുകയും അവിടെ ബാബറി മസ്ജിദിൻ്റെ ഒരു റെപ്ലിക്ക അവിടെ പണിയാൻ വേണ്ടി തീരുമാനിക്കുകയും ആ തീരുമാനിച്ചതിന് 1000 കോടി രൂപ കൊടുക്കാമെന്ന് പറയുകയും അതിൽ 200 കോടി രൂപ കൊടുത്തുകൊണ്ട് അതിൻ്റെ ശിലാസ്ഥാപനം നടത്തുകയും വരുന്ന എല്ലാവർക്കും ഭക്ഷണം കൊടുക്കുകയും ചെയ്യുന്ന കാഴ്ച നമ്മൾ കണ്ടു. അസദുദ്ദീൻ ഒവൈസിയുടെ AMIMS എന്ന് പറയുന്ന മജ്ലിസ് പാർട്ടിയുമായിട്ട് ഒരു AMIM എന്ന് പറയുന്ന ഇല്ല ആ മജ്ലിസ് പാർട്ടിയുമായിട്ട് എന്ത് ചെയ്തു ഈ പറഞ്ഞ പോലെ കൂട്ടിച്ചേരുന്നത് നമ്മൾ കണ്ടു. എന്ന് പറഞ്ഞാൽ ബ്ലോക്കായി മുസ്ലിം വോട്ടുകൾ മമതാ ബാനർജിയിലേക്ക് പോകുന്നതിനെ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം എന്ന് വിചാരിച്ചുകൊണ്ടാണ്. എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായി പറഞ്ഞാൽ ഇത്തരത്തിൽ എല്ലാ സംസ്ഥാനങ്ങളിലും തന്നെ എതിര് നിൽക്കുന്നത് BJP ആണ് എന്നുള്ളത് കൊണ്ടാണ് ഹരിയാനയിലോ മഹാരാഷ്ട്രയിലോ ബീഹാറിലോ ഉള്ളതുപോലെയുള്ള ഒരു ആൻറ്റി ഇൻകുംബൻസി അല്ലെങ്കിൽ പ്രോ ഇൻകുംബൻസി വേവും വലിയ തോതിൽ ആ ഭരണകൂടങ്ങളും ഒക്കെ അധികാരത്തിൽ വരാതെ ഇവിടെ യഥാർത്ഥത്തിൽ SIR മുതൽ മറ്റ് നിരവധി പരിപാടികൾ മുതൽ ഇത്തരത്തിലുള്ളൊരു ഒരു ഫീലിംഗ് ആളുകളിലേക്ക് കൊടുക്കുന്നത് മുതൽ വലിയ സോഷ്യൽ മീഡിയ ക്യാമ്പയിനുകൾ മുതൽ അല്ലെങ്കിൽ സാറ്റലൈറ്റ് മീഡിയ ക്യാമ്പയിനുകൾ മുതൽ അവരുടെ ഭാഗത്തു നിന്നുള്ള നേതാക്കളെ പർച്ചേസ് ചെയ്തത് മുതലുള്ള നിരവധി കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് വളരെ സൂക്ഷ്മമായി നോക്കിയാൽ നമുക്ക് കാണാം പലപ്പോഴും BJP ഭരിക്കാത്ത NDAയുടെ സഖ്യകക്ഷികൾ ഭരിക്കാത്ത പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ മാത്രം ഈ ആൻറ്റി ഇൻകുംബൻസി വേവ് പല മടങ്ങ് വർദ്ധിക്കുന്നതായി നമുക്ക് കാണാം. മറ്റൊരു ചാനലും എടുക്കാത്തൊരു വിഷയമാണ്, പക്ഷെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ഇത് യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ ഒരു ഓട്ടോക്രസിയിലേക്ക് ഒരു ഏകാധിപത്യത്തിലേക്ക് അല്ലെങ്കിൽ ഒരു പാർട്ടി ഒരു മോണോപോളിയിലേക്ക് പോകുന്നതിൻ്റെ വലിയ ലക്ഷണമാണ് ഈ കാണിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ മറന്നു പോകരുത്. അങ്ങനെ വന്നാൽ ഒരു 4-3 ഭൂരിപക്ഷത്തിലേക്കും അതുപോലെ 3-2 ഭൂരിപക്ഷത്തിലേക്കും ഒക്കെ വന്നാൽ ഭരണഘടന വരെ ഓൾട്ടർ ചെയ്യാൻ കഴിയുമെന്ന് പറയുന്ന വലിയ സാധ്യതകൾ അവിടെ നിലനിൽക്കുന്നു എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. അത്തരത്തിൽ കേരളം മുഴുവൻ മാത്രമല്ല ഇന്ത്യ മുഴുവൻ കാവി പതപ്പിക്കാൻ BJP തയ്യാറെടുക്കുന്നത് കൊണ്ടുകൂടിയാണ് ഈ ആൻറ്റി ഇൻകുംബൻസി വേവുകൾ കൂടി ഉണ്ടാക്കുന്നത് എന്ന് പറയുന്ന യാഥാർത്ഥ്യം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ മനസ്സിലാക്കാതെ പോകരുത്.